ബെറ്റർ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് പാലാ തൊടുപുഴ റൂട്ടിൽ നിന്നും ഏകദേശം 300 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. പാലാ മുനിസിപ്പാലിറ്റി സ്ഥിതി ചെയ്യുന്ന ഒരു അതിഗംഭീര 3 ബെഡ്റൂം വീടിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല വിശാലമായിട്ടുള്ള മുറ്റത്തോടു കൂടി വണ്ടി പാർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 5-6 വണ്ടി ഒരേ സമയത്ത് എത്ര വലിയ വണ്ടിയാണെങ്കിലും പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വിശാലമായിട്ടുള്ള മുറ്റത്തോടു കൂടി 1600 സ്ക്വയർ ഫീറ്റിൽ 3 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടി 10 സെൻറ്റും കിണർ വെള്ളത്തോട് കൂടിയ ഒരു അതിമനോഹര പുതുപുത്തൻ വീടിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല വിശാലമായിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ് ഈ വീടിനെ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ വീടിൻ്റെ സൈഡ് ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൈഡെല്ലാം നല്ലവണ്ണം അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ചുറ്റോട് ചുറ്റും ബേബി മെറ്റലാണ് ഇത് ഇട്ടിരിക്കുന്നത്. മുകളിലേക്കുള്ള സ്റ്റെയറാണ്, അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. വീടിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് താമസിക്കാൻ പറ്റിയ പാകത്തിൽ 3 ബെഡ്റൂമുകളോട് കൂടി അറ്റാച്ച്ഡ് ബാത്റൂമുമുള്ള ഒരു അതിഗംഭീര വീടാണ് ഈ പാലാ മുനിസിപ്പാലിറ്റി നമ്മുടെ ടൗണിൻ്റെ ഭാഗമായിട്ട് ഉള്ളത്. പാലാ ടൗണിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട്ടിലെത്താനായിട്ട്. നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വെള്ളപ്പൊക്ക ഭീഷണി ഒരിക്കലും ഉണ്ടാകാത്ത പ്രദേശവും വെള്ളം സുലഭമായിട്ട് നമുക്ക് കിണർ വെള്ളം തന്നെ ലഭ്യമായിട്ടുള്ള ഒരു 3 ബെഡ്റൂം വീടിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പം നമ്മൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. 10 സെൻറ്റ് സ്ഥലം, 1600 സ്ക്വയർ ഫീറ്റ്, 3 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടിയ ഈ വീടിന് സെല്ലർ ആവശ്യപ്പെടുന്ന തുക 69 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിളാണ്. നമുക്ക് പാലാ ടൗണിലേക്ക് ഇവിടെ ഈ വീട്ടിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളെന്ന് കൂട്ടണം. നമുക്ക് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ, അതുപോലെ തന്നെ പള്ളി അമ്പലമൊക്കെ നമുക്ക് തൊട്ടടുത്തായിട്ട് തന്നെയുണ്ട്. പള്ളിയിലേക്ക് നമുക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അത്രയും അടുത്ത നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഇതുപോലെ ഒരു വീട് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാങ്ങുന്നവർക്കതൊരു മുതൽക്കൂട്ടായിരിക്കും. കാരണം എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള സ്കൂള്, ഹോസ്പിറ്റല്, ഇതുപോലുള്ള എല്ലാ സൗകര്യങ്ങളും പാലാ ടൗണിൻ്റെ ഭാഗത്തായിട്ടുണ്ട്. അപ്പോൾ ആ ടൗണിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉള്ള ഒരു പുതുപുത്തൻ വീടാണ്. ഈ വീട് വളരെ മനോഹരമായിട്ടുള്ള നല്ല തേക്കും തടി ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ അകത്തെ എല്ലാ തടി വർക്കുകളും നടത്തിയിരിക്കുന്നത്. നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പം അത് മനസ്സിലാകും. എടുത്തു പറയത്തക്ക നല്ല വിശാലമായിട്ടുള്ള മുറ്റമാണ്. അതായത് ഒരു വീടിൻ്റെ ഏറ്റവും മനോഹരിത എന്ന് പറയുന്നത് അതിൻ്റെ മുറ്റമാണ്. നല്ല വിശാലമായിട്ടുള്ള മുറ്റവും അതിൻ്റെ ഒരു കിണറുമുണ്ട്. ഒരിക്കലും പറ്റാത്ത ഒരു കിണർ വെള്ളത്തോടും കൂടിയുള്ള നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു വീടാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ആണ് ഞങ്ങളുടെ വിജയം. അതുകൊണ്ട് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ സിറ്റ് ഔട്ടിൽ നിന്നുള്ള വ്യൂ ആണ്. നല്ലൊരു മനോഹരമായിട്ടുള്ള ഗേറ്റും നല്ല വലുപ്പമുള്ള എത്ര വലിയ വണ്ടി വേണേലും ഈ കാർ പോർച്ച് കയറ്റിയിടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പോർച്ചാണ്. ഇതാണ് വീടിൻ്റെ തേക്കിൻ തടിയിൽ പണിതിരിക്കുന്ന നമ്മുടെ മെയിൻ ഡോറാണ്. നല്ല ഭംഗിയുള്ള ഒരു ഡോറ് തന്നെയാണ്. മെയിൻ ഡോറ് തുറന്ന് നമ്മളിപ്പം ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. വിൻഡോസ് എല്ലാം കർട്ടൻ ഇട്ട് അതിഗംഭീരമാക്കിയിരിക്കുന്നു. ഒരു സൈഡിലായിട്ട് നമുക്ക് TV യൂണിറ്റൊക്കെ വേണം വെക്കാൻ പറ്റുന്ന രീതിയിൽ ഇൻറ്റീരിയർ വർക്കൊക്കെ നടത്തി അത് ക്രമീകരിച്ചിരിക്കുന്നു. ഇതാണ് ഈ ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് വേണം TV യൂണിറ്റ് ഫിറ്റ് ചെയ്യാം. ഇതാണ് ഡൈനിങ് ഹോളുമായിട്ടുള്ള പാർട്ടീഷൻ വർക്കുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തേക്കൻ തടിയിലാണ് ഈ പാർട്ടീഷൻ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനികളുടെ ടൈലാണ് ഇതിൻ്റെ ഫ്ലോറിങ് നടത്തിയിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ഡിസൈനിലുള്ള ഒരു ടൈൽ വർക്കാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്.
നമ്മൾ ഡൈനിങ് ഹാളിൻ്റെ ഭാഗത്തേക്കാണ് മാറിയിരിക്കുന്നത്. ഒരു സൈഡിലായിട്ട് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് 2 റൂം, ആ റൂമിൽ നിന്ന് ഇപ്പോൾ കാണുന്ന 2 റൂമിലേക്കുള്ള ഭാഗമാണ്. നല്ല മനോഹരമായിട്ടുള്ള ഒരു വാഷ് ഏരിയയാണ്. അടിയിൽ സ്റ്റോറേജ് നല്ലവണ്ണം ഉണ്ട്. മുകളിലത്തെ സൈഡിലാണെങ്കിലും ടോപ്പ് സൈഡിലാണെങ്കിലും നമുക്ക് സാധനങ്ങളൊക്കെ വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഷെൽഫുകളായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ഇൻറ്റീരിയർ വർക്കാണ്. നല്ല ഫാൻസി ലൈറ്റുകളൊക്കെ, നല്ല കമ്പനികളുടെ ഫാനും അതുപോലെയുള്ള എല്ലാം പല മനോഹരമായിട്ടുള്ള കമ്പനി ഐറ്റംസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു ഗംഭീര വീടാണ്. നല്ല വലിപ്പമുള്ള ഒരു ഡൈനിങ് ഹാളാണ്. ഇതുണ്ട്, ഇതിൻ്റെ നല്ല നീളം നമുക്കിപ്പോൾ ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാളാണ്. എത്ര വലിയ ടേബിൾ ഇട്ടാലും നമുക്ക് സ്പേസ് ഉണ്ട്. നമ്മൾ ആദ്യത്തെ റൂമിലേക്ക് കടന്നിരിക്കുകയാണ്. വിൻഡോസുകളെല്ലാം കർട്ടനിട്ട് നല്ല മനോഹരമായിട്ടുള്ള മാച്ചിങ് ആയിട്ടുള്ള കർട്ടനിട്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. 1600 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. പാലാ ടൗണിലേക്ക് ഇവിടുന്ന് ഏകദേശം 3 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ കാർമൽ ഹോസ്പിറ്റൽ, മരിയം മെഡിക്കൽ സെൻറ്റർ, അതുപോലുള്ള ഹോസ്പിറ്റലെല്ലാം നമുക്ക് പാലായിൽ ലഭ്യമാണ്. സ്കൂളുകളുടെ, കോളേജുകളുടെ, എഞ്ചിനീയറിംഗ് കോളേജ്, ഇതുപോലുള്ള എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളുടെ വണ്ടികൾ നമ്മളുടെ ഈ വീടിൻ്റെ ഭാഗത്തൂടി കടന്നു പോകുന്നതാണ്. നമ്മുടെ വീടിൽ നിന്ന് 100 മീറ്റർ ദൂരം മാറിയാൽ PWD റോഡ്, 100 മീറ്റർ ഇല്ല, ഏകദേശം 50 മീറ്റർ ദൂരത്തിലാണ് നമ്മുടെ മുനിസിപ്പാലിറ്റി റോഡ്, നമ്മുടെ ടാർ ചെയ്ത റോഡ്. അതിലെ നമുക്ക് സ്കൂളിൻ്റെയൊക്കെ വണ്ടികളെല്ലാം പാസ് ചെയ്യുന്നതാണ്. അവിടുന്ന് നമുക്ക് ഏകദേശം ഒരു 200 മീറ്റർ കൂടി മാറിയാൽ നമുക്ക് പാലാ തൊടുപുഴ റോഡിലേക്ക് എത്തിപ്പെടാം. ബസ് സൗകര്യവും അതുപോലെ വെള്ളത്തിൻ്റെ സൗകര്യവും എല്ലാം കൊണ്ടും നല്ല ഒത്തിണങ്ങിയ, വെള്ളപ്പൊക്ക ഭീഷണി ലെവലേശമില്ലാത്ത ഒരു പ്രദേശത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. 8156873501. പാലാ തൊടുപുഴ റോഡെന്ന് പറയുന്ന ഇന്ന് വീടുകൾക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു ഏരിയയാണ്. കാരണം വെള്ളപ്പൊക്ക ഭീഷണി തൊടുപുഴ റൂട്ടിലേക്ക് ഒരിക്കലും വെള്ളപ്പൊക്ക ഭീഷണിയില്ല. എത്ര വലിയ വെള്ളപ്പൊക്കം ഉണ്ടായാലും പാലാ ടൗണിൽ വെള്ളം കയറുക അല്ലാതെ ഈ പ്രദേശത്തേക്ക് വെള്ളം പാസ് ചെയ്യില്ല. അതുകൊണ്ട് ഇന്ന് പാലാ തൊടുപുഴ റൂട്ടിലാണ് വീടുകൾക്ക് ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള ഏരിയ. ആ ഏരിയയിൽ ഒരു 3 ബെഡ്റൂം വീട് ഏകദേശം 69 ലക്ഷം രൂപ ചോദിക്കുന്ന നെഗോഷ്യബിൾ ആയിട്ടുള്ള ഒരു റേറ്റാണിത്. അപ്പം ഈ ബഡ്ജറ്റിൽ നമ്മൾ വീട് നോക്കുന്നവർക്ക് ഏതൊരാൾക്കും ഒരു 3 ബെഡ്റൂം വീട് 1600 സ്ക്വയർ ഫീറ്റ് നമുക്ക് ഈ റേറ്റ്, നെഗോഷ്യബിൾ റേറ്റിൽ ഈ വീട് നമുക്ക് വന്ന് കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സെല്ലറുമായിട്ട് നേരിട്ട് സംസാരിച്ച് വിലയിൽ ധാരണയാകാവുന്നതാണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ പള്ളിയും സ്കൂളും ഒക്കെ തൊട്ടടുത്ത് നടന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ള സൗകര്യത്തോടു കൂടി പാലാ മുനിസിപ്പാലിറ്റിയിലുള്ള ഈ വീട് കാണാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് സമയം പാഴാക്കേണ്ട. താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് നമുക്ക് വീട് വന്ന് കാണാവുന്നതാണ്. എത്ര മനോഹരമായിട്ടുള്ള ഒരു കിച്ചൺ കൂടിയാണെന്ന് നോക്കിയത്. ബോട്ടം സൈഡിലെല്ലാം തേക്കിൻ്റെ തടിയിൽ തന്നെയാണ് ഇതിൻ്റെ ഡോറുകളെല്ലാം ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എത്ര കഴിഞ്ഞാൽ ഈ തടികളൊന്നും നശിക്കുകയില്ല. അത് മനോഹരമായിട്ട് ബോട്ടം സൈഡിലും ടോപ്പ് സൈഡിലും തേക്കിൻ്റെ തടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ ചിമ്മിനി ഒക്കെ അതിഗംഭീരമായിട്ടുള്ള നല്ല കമ്പനി ഐറ്റംസാണ് ഈ ചിമ്മിനി. അതുപോലെ തന്നെ സ്റ്റൗവ്, ഇതെല്ലാം മനോഹരമായിട്ടുള്ള ഫാൻസി ലൈറ്റുകളുണ്ട്, ഫാനുകൾ, എല്ലാം കൊണ്ടും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വീടും സ്ഥലമാണ്. 10 സെൻറ്റ് സ്ഥലം, 1600 സ്ക്വയർ ഫീറ്റ്, 3 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടിയ വീടാണിത്. ഇതിൻ്റെ സെക്കൻഡ് വർക്ക് ഏരിയ ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. വിറകെടുപ്പോട് കൂടിയ രണ്ടാമത്തെ കിച്ചൺ. ഇവിടെ നമുക്ക് വിറക് ഉപയോഗിക്കേണ്ടവർക്ക് ഉപയോഗിക്കാം, അതിനുള്ള സൗകര്യമുണ്ട്. താഴെ വിറക് വയ്ക്കാനും മുകളിൽ അടുപ്പ് വിട്ടിട്ടുണ്ട്. നല്ല അതിഗംഭീരമായിട്ടുള്ള നല്ല ബ്രാൻഡഡ് ഐറ്റംസും അതുപോലെ തന്നെ തേക്കും തടി ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു 3 ബെഡ്റൂം വീട് പാലാ ടൗണിൻ്റെ ഭാഗത്ത് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഈ വീട് വന്ന് കാണാവുന്നതാണ്. വിലഭാഗം സംസാരിച്ച് ധാരണയാകാവുന്നതാണ്.